ഗൈസ്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്, കാരണം നമ്മൾ 1K അടിച്ചു. അതായത് നമുക്ക് 1000 സബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 1 ഇയറായി, 1 ഇയറിന് മേലായി. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ 1000 സബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് എത്താൻ എങ്ങനെയാണ് നമ്മളെ വഴി, ജേണി എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അത് പറഞ്ഞ് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പടച്ചവനോട് നന്ദി പറയാം. കാരണം നമുക്ക് 1000 സബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ, അതിന് വലിയൊരു ഭാഗ്യമാണല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ നന്ദി പടച്ചവനോട്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ, എൻ്റെ ഇക്കാൻ്റെ ഉമ്മാനോടാണ്. കാരണം ഉമ്മയാണ് എനിക്ക് ചാനൽ തുടങ്ങാൻ പ്രചോദനമായതും പിന്നെ ചാനലിൽ ഓരോ വീഡിയോസ് എടുക്കാൻ എൻ്റെ ഹെൽപ്പ് ചെയ്തത്. ഐ മീൻ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടും അങ്ങനെ കൂടുതൽ എൻ്റെ സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മാനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. കാരണം ഉമ്മയാണ് എൻ്റെ ചാനലിൽ എല്ലാവരോടും പറഞ്ഞ് കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒപ്പിച്ചത് ഉമ്മയാണ്. ഉമ്മക്ക് പറയാനത് അറിയില്ല കേട്ടോ. ഉമ്മ പറയും എൻ്റെ മോൾക്കൊരു ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയാനറിയില്ല. അപ്പോൾ എല്ലാവരും ചെയ്യണം കേട്ടോ, വീഡിയോ കാണട്ടാന്നറിയാം. എന്നിട്ട് അങ്ങനെ ഇത്രയും സബ് കിട്ടിയത് ഉമ്മ പറഞ്ഞിട്ടാണ്. ഐ മീൻ 200 സബ്. ഞാനും എൻ്റെ ഉമ്മയും കൂടിയിട്ട് നാട്ടിൽ മൊത്തം പാട്ടായി എന്നറിയില്ലേ, നാട്ടിൽ മൊത്തം പറഞ്ഞ് നടന്ന് എല്ലാവരും ഫോണ് മേടിച്ച് സബ്ബൊക്കെ ചെയ്യിപ്പിച്ച്. പക്ഷെ അവർ വീഡിയോ കാണണമെന്ന് എനിക്കറിയില്ല കേട്ടോ. സ്വാഭാവികം, നമ്മളിപ്പോൾ എല്ലാവർക്കും പറഞ്ഞ് ചെയ്യിപ്പിക്കും, അവർ വീഡിയോ കാണുന്നില്ലല്ലോ, അതൊക്കെ അവരെ ഇഷ്ടമല്ലേ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവിടെ പരാതി പറയുന്നില്ല. അങ്ങനെ ഉമ്മയാണ് എനിക്ക് ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സിന് ഒപ്പിച്ചു തന്നത്. പിന്നെ നാട്ടിലിപ്പോൾ 200 ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ, ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ നാട്ടുകാർ. അപ്പോൾ 200 ആളുകളെല്ലാം ഇപ്പോൾ നമുക്കൊന്ന് ഏരിയ കിട്ടുള്ളൂ. പിന്നെ ചാനൽ അവിടെ ഇരിക്കുക, ബാക്കി സബ് കിട്ടണ്ടേ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സബ് ചെയ്ത് അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് 1000 ആയത്. അപ്പോൾ 1000 അങ്ങനെ പെട്ടെന്നായി, കാരണം സബ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചായി സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് 500 ആയി. പിന്നെ നമുക്ക് 1000ത്തിലേക്ക് എത്താൻ പറ്റി. കുറേ ലൈവുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറേ സബ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ പറയണല്ലോ എങ്ങനെയാണ് പെട്ടെന്ന് കൂടിയത്. അല്ലാതെ നമ്മൾ ചിലർ വിചാരിക്കും ഇപ്പോൾ വെച്ചടി കയറ്റാണല്ലോ, നമുക്കറിയാമല്ലോ അത് വെച്ചടി കയറ്റം എങ്ങനെയാണ്. നമ്മൾ മറ്റുള്ള യൂട്യൂബ് ചാനൽ സബ് ചെയ്യുമ്പോൾ അവർ തിരിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സബ് കിട്ടിയത്. അല്ലാതെ നമ്മളെ വീഡിയോ കണ്ടിട്ടൊന്നും നമ്മൾ ആരും സബ് ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ്. അത് നിങ്ങളോട് എനിക്ക് പറയണം. എൻ്റെ ഒരു വീഡിയോ ഒന്നും എനിക്കൊരൊറ്റ സബ് പോലും കിട്ടിയിട്ടില്ല. സോറി, ഞാൻ എല്ലാവരോടും പറഞ്ഞ്, എൻ്റെ ഉമ്മ എല്ലാവരോടും പറഞ്ഞിട്ടാണ് എനിക്ക് സബ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കിട്ടിയത് സബ് ചെയ്തിട്ടുമാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സബ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ വീഡിയോ ഒന്നും ഒരാൾ വന്നിട്ടില്ല, പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഫോണിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, എൻ്റെ അക്കൗണ്ടിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. നമ്മൾ ആറ്റുനോറ്റൊരു ചാനൽ തുടങ്ങിയതാണ്, പക്ഷേ നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂസൊന്നും ഇല്ല. ഷോർട്സിന് ജസ്റ്റ് ഏറി വന്നാൽ 100 കിട്ടും. അതെന്താ ഇപ്പോൾ കുറച്ച് സബ് ഉള്ളതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അതും കിട്ടില്ല. എന്തായാലും നമുക്ക് ഒരു സമയത്തത് ശരിയാവുമെന്ന വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് സബ് കിട്ടണില്ല, വ്യൂസ് കിട്ടില്ല വിചാരിച്ച് ഞാൻ അതുവരെ ചാനലിൽ വീഡിയോ ഇടാതെ നിന്നിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. വലിയ യൂട്യൂബേഴ്സ് അടക്കം ഇത്ര വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല. എനിക്ക് അധികമാണ്, എൻ്റെ ചാനലിലുള്ള വീഡിയോസ് കുറേ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ഇടാതെ നിന്നിട്ടില്ല, എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ ചാനലിലൊരു ജേണി പറയുകയാണെങ്കിൽ വളരെ മോശം അവസ്ഥയാണ്. അത് ഞാൻ പറയാതിരിക്കില്ല, കാരണം മോശമായതുകൊണ്ടാണ് പറയുന്നത്. ഒരൊറ്റ വീഡിയോ വൈറലായിട്ടില്ല. ഇനി ഈ വീഡിയോ എങ്ങാനും വൈറലായാൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം പൊതുവേ 1K ജേണി വൈറൽ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഒന്ന് വൈറലാക്കി തന്നെ ഗൈസ്, നിങ്ങൾ കണ്ടാലാണ് ഇത് വൈറലാവുള്ളൂ. അപ്പോൾ ഇത് വൈറലാവുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. ഐ മീൻ എന്താ പറയുക, നമുക്ക് കുറച്ച് വാച്ച് അവർ കിട്ടും. അപ്പോൾ പരമാവധി എല്ലാവരും കാണുക, വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ നമുക്കൊരു കാര്യമാണ്. പിന്നെ എങ്ങാനും പറഞ്ഞ പോലെ വൈറലായാലോ, എന്തായാലും വൈറലാവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ജേണി. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആളുകളെ പേര് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കുറേ ലൈവ് ഉണ്ട്, കിങ്ങിണി ബ്രോ, പിന്നെ ഉസ്മാനിക്ക, പിന്നെ
MS കുക്കിംഗ് ചാനൽ, അത് മിനി ചേച്ചിയുടെ ചാനൽ, അതിലൊക്കെ ലൈവിൽ കയറിയിട്ട് ആര്യയുടെ ചാനലിൽ ലൈവിൽ കയറിയിട്ടൊക്കെയാണ് എനിക്ക് കുറേ സബ് കിട്ടിയത്. പെട്ടെന്ന് സബ് കിട്ടിയത് അങ്ങനെയാണ്. അപ്പം നമ്മളെന്തായാലും അവരുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സ് അവന്തി വ്ളോഗ്സ്, ഇറ്റൂസ് വേൾഡ്, നിനവ്, കരളിൻ്റെ കരൾ, ഇതൊന്നല്ല കേട്ടോ അവരുടെ പേര്. ഒറിജിനൽ പേരൊന്നും നമുക്കറിയില്ല. നമ്മളെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യണതാണ് ഇവരൊക്കെ. പിന്നെ വീഡിയോ കാണുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ പിന്നെ കൽബീസ് ഫാമിലി, രമ്യ കുക്കിംഗ് വേൾഡ്, പിന്നെ വേറെ രമ്യയുടെ ചാനലുണ്ട്, പിന്നെ ഷാദിയ, സ്വാലിഹ അങ്ങനെ ഒരു പേരുള്ള ചാനലുണ്ട്. ക്രാഫ്റ്റ് ചിത്രം വരയ്ക്കുന്ന ചാനലാണ്. അപ്പോൾ ആ കുട്ടിയുടെ ചാനൽ, പിന്നെ അഫ്ലു വേൾഡ്, അങ്ങനെ സാബുക്ക, ഷെബീർക്ക, റോജിൻ ബ്രോ, ഹസ്ന, പിന്നെ റാഷി, അജു, അച്ചു, ആശ, റിദുൻ ബ്രോ, അർണവ്, ടീന, പിന്നെ ഭവി, സെലി, ഷാഹിന, പിന്നെ ഷാക്കിർ ബ്രോ, സിമി, സുൽഫു, പിന്നെ എന്താണ് കാജ ബ്രോ. കുറേ ആളുകളുടെ പേര് നമ്മൾ മറന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എന്താ ചെയ്തെന്നറിയോ, അതൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി പറയാൻ മറക്കണ്ട വിചാരിച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് മേലോട്ട് നോക്കുന്നത്. കാരണം അവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ആര് പേരാ പറയാൻ പറഞ്ഞത്, ഒന്ന് ജസ്റ്റ് മിനിറ്റ്. ശ്രേയ പ്രജിത്ത്, മല്ലൂസ്, മദ്രാസ് ഡയറി, പിന്നെ പ്രവാസി വ്ളോഗ്, സിജി, ജിബിന, പിന്നെ ജസ്റ്റ് എ മിനിറ്റ് മേലെ എഴുതിയിട്ടുണ്ട്. അതാ നോക്കണത് ഗൈസ്. ആരെ പറയാൻ പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും സൂ പറഞ്ഞില്ലേ ഞാൻ? സൂ പറയും. പിന്നെ ഗൈസ് താഴോട്ട് വരട്ടെ. ലിഡി, ഇത്ര ആൾക്കാരൊക്കെ ജസ്റ്റ് എനിക്ക് ഓർമ്മയുള്ളത്. ഇനി പറയാൻ മറന്നോന്നറിയില്ല. പറയാൻ വന്നിട്ടില്ലാവുന്നുണ്ട്. പിന്നെ ഇനിയും കുറേ ആൾക്കാരൊക്കെ മറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. കുറേ ചാനൽസ് ഉണ്ട്, അവരുടെ പേരൊക്കെ ഇപ്പം ഞാൻ മറന്നുപോയി ഗൈസ്. ആരൊക്കെ ഉണ്ടായിരുന്നു, ഈ പേര് പറയാതിരുന്നതിന് നിങ്ങൾ എന്നൊന്ന് വിചാരിക്കരുത്. ഞാൻ മറന്നു പോയിട്ടാണ്. അല്ലാതെ നിങ്ങളെ പേര് മനഃപൂർവ്വം പറയാതിരുന്നതല്ല. കാരണം നമ്മളെന്നും സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർ. ഞാൻ അരുൺ ബ്രോ, പിന്നെ എയർ കിച്ചൺ, പിന്നെ AFM ചാനലുണ്ട്, പിന്നെ ഏതൊക്കെ ചാനലുണ്ട്. സോറി ഗൈസ്, കുറേ ചാനൽ നമ്മളിപ്പോൾ സബ് ചെയ്തുകൊണ്ട് നമുക്കൊരു പേര് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ക്ഷമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സ്.